നമസ്കാരം, ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ചില സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരം തയ്യാറാക്കിയ ഒരു വീഡിയോയായാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. യൂഫോർബിയ എന്ന പൂച്ചെടിയുടെ വിശേഷണങ്ങളാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ കാണുന്നതിന് മുൻപായി ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുമല്ലോ. കുറേ കാലം മുൻപ് പണക്കാരുടെ പൂന്തോട്ടങ്ങളിൽ ഒഴിച്ചുകൂടാത്ത ഒരു പൂച്ചെടിയായിരുന്നു യൂഫോർബിയ. ഇത് ഒരു വിദേശ പൂച്ചെടിയായിരുന്നു. ഇന്ത്യയിലെത്തിയത് പ്രധാനമായും ഗൾഫ് മലയാളികൾ വഴിയാണ്. കള്ളിച്ചെടിയെ പോലെ തന്നെ അധികം വെള്ളമോ പരിചരണമോ വേണ്ട എന്നതും ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാനുള്ള കഴിവും ഈ മുൾച്ചെടിയെ നമ്മൾക്ക് പ്രിയങ്കരമാക്കി. ഇടയ്ക്ക് ഒരു കാലത്ത് യൂഫോർബിയ ഇല്ലാത്ത പൂന്തോട്ടങ്ങൾ ഇല്ല എന്ന സ്ഥിതിയായിരുന്നു കേരളത്തിൽ. എന്നാൽ എന്തിലും ദോഷങ്ങൾ മാത്രം കാണുന്ന മലയാളികൾ അവൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രോഗമായ ക്യാൻസറിനെ യൂഫോർബിയ ചെടിയുമായി കൂട്ടിക്കെട്ടി. യൂഫോർബിയ ചെടികൾ വളർത്തിയാൽ ക്യാൻസർ ഉണ്ടാകും എന്നായിരുന്നു പ്രചരണം. മുൻപ് സൂര്യകാന്തി എണ്ണകൾ വിൽക്കുന്ന കമ്പനികൾക്ക് വേണ്ടി നമ്മളുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന പ്രചരണങ്ങൾക്ക് സമാനമായ പ്രചരണം. പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ അമിത ശ്രദ്ധ പുലർത്തുന്ന മലയാളി കേട്ടതും പാതി തങ്ങളുടെ തോട്ടത്തിലെ യൂഫോർബിയ ചെടികൾ പിഴുതുമാറ്റി. എന്നല്ല, തങ്ങൾക്ക് കിട്ടിയ മണ്ടൻ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. സ്വതമേ മിടുക്കർ എന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾ മലയാളികൾ എത്ര വേഗമാണ് മറ്റുള്ളവരുടെ പറ്റിക്കലിനിരയാകുന്നത്. നാട്ടിലെ ക്യാൻസർ വന്നു മരിച്ച ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെടുത്തി ആ വ്യക്തിയുടെ വീട്ടിൽ നിൽക്കുന്ന യൂഫോർബിയ കാരണമാണ് കക്ഷിക്ക് ക്യാൻസർ വന്നത് എന്ന രീതിയിൽ ചർച്ചകൾ പോകുന്നതോടുകൂടി ഈ പ്രചാരണത്തിനു ബലം കൂടി. സത്യത്തിൽ യൂഫോർബിയ എന്ന മുള്ളിച്ചെടി ക്യാൻസർ ഉണ്ടാക്കും എന്ന ഒരു ആധികാരിക പഠനങ്ങളും ഉണ്ടായിട്ടില്ല. യാതൊരു തെളിവുകളുമില്ല. എങ്കിലും ഏത് കള്ളവും വിശ്വസിക്കുന്ന മലയാളി ഇതും വിശ്വസിച്ചു. എന്നാൽ അടുത്ത കാലത്തായി വീണ്ടും യൂഫോർബിയ ആളുകൾക്ക് പ്രിയപ്പെട്ടതായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പൂന്തോട്ട നഴ്സറികളിൽ വൻ വിൽപ്പനയാണ് നടക്കുന്നത്. ഇന്ന് ഏകദേശം 30-ലധികം വെറൈറ്റി യൂഫോർബിയ മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഈ പ്രചാരങ്ങളിലൊന്നും പെടാത്ത മറ്റ് ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലാദ്യത്തേത് ഇഴജന്തുക്കൾക്ക്, പ്രത്യേകിച്ച് പാമ്പ് വർഗ്ഗങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ഈ ചെടികൾ. ഉഷ്ണകാലത്ത് പാമ്പുകൾ ഇതിൻ്റെ ചുവട്ടിൽ തണുപ്പ് തേടി വന്ന് കിടക്കുക പതിവാണ്. അതേപോലെ ഉറ ഊരുന്ന സമയം ഇതിൻ്റെ ഇടയിൽ വന്ന് ഇതിൻ്റെ തണ്ടുകളിൽ ഉരസി ഉറ പുഴിക്കുക പതിവാണ്. അതേപോലെ ഇതിൻ്റെ മുള്ളുകളും കറയും സോഫ്റ്റായ ചർമ്മമുള്ള കുട്ടികൾക്ക് ദോഷമാണ്. ഇതിൻ്റെ മുള്ളുകൾ ഭയങ്കര ഷാർപ്പായതുകൊണ്ട് തന്നെ കുട്ടികളും മറ്റും കളിക്കുന്ന സമയം അശ്രദ്ധമായി ചെടിയിൽ തട്ടി മുള്ളുകൊണ്ട് പരിക്ക് പറ്റുക പതിവാണ്. മുകളിൽ പറഞ്ഞ ദോഷമല്ലാതെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ക്യാൻസർ ഉണ്ടാകുന്ന യാതൊരു മാരക വിഷങ്ങളോ രാസവസ്തുവോ ഇതിലില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ യൂഫോർബിയ വളർത്താൻ താല്പര്യമുള്ളവർ ധൈര്യമായി 1-2 ചെടികൾ വാങ്ങിച്ച് നട്ടുകൊള്ളുക. യൂഫോർബിയ ചെടി എങ്ങനെയാണ് പറിച്ചു നടുക, അതേപോലെ മിനിയേച്ചർ യൂഫോർബിയ എങ്ങനെയാണ് ഉണ്ടാക്കുക, കൂട്ടത്തിൽ നിങ്ങളുടെ യൂഫോർബിയ ചെടിയിൽ എങ്ങനെയാണ് കൂടുതൽ പൂവുകൾ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ വെവ്വേറെ വീഡിയോകളായി ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ.